ഹലോ ഗൈസ്, വെൽക്കം ടു മൈ 3 days റോഡ് ട്രിപ്പ് വ്ളോഗ്. ആലപ്പുഴ എത്തിയതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഫസ്റ്റ് പോയത് പാതിരമണൽ ഐലൻഡിലേക്കായിരുന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് വേഗം പിന്നെ കൊല്ലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്തു. ഓൺ ദ വേ ടു കൊല്ലം ഉച്ചയ്ക്ക് ഞങ്ങൾ ഹോട്ടലിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ ആംബിയൻസും നല്ലതായിരുന്നു, ഫുഡും അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് സെക്കൻഡ് സ്പോട്ട് വന്നത് ജടായു എർത്ത് സെൻറ്റർ ആയിരുന്നു. അബവ് ദ മീൻ സീ ലെവൽ 350 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ഈ ജടായു പാറ സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്കുള്ള ആക്സസ് മെയിൻലി വരുന്നത് കേബിൾ കാറാണ്. കേബിൾ കാർ എക്സ്പീരിയൻസ് അത് വേറെ ഫീലായിരുന്നു. ഫസ്റ്റ് ടൈം കയറിയ സമയത്ത് ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ ആ ഒരു വ്യൂ, നമ്മൾ ഒരു 3:30 ടൈമിലായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ത്രൂ കേബിൾ കാർ നമ്മൾ ജടായു പാറ സ്കൾപ്ചറിൻ്റെ അടുത്തെത്തി. ജടായുവിൻ്റെ വിങ്സിലുള്ള ഫെതേഴ്സും ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും അവർ കോൺക്രീറ്റ് കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ടോപ്പിൽ ഇരിക്കാനോ അതിന് മുകളിൽ കയറി നിൽക്കാനുള്ള ആക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ആണ്. ഫുൾ ടൈം സെക്യൂരിറ്റിയും ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജടായു പാർക്ക് പാറ. അങ്ങനെ അവിടെ ഓൾമോസ്റ്റ് 2 hours സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ മെല്ലെ താഴേക്ക് കേബിൾ കാർ ത്രൂ തന്നെ ഇറങ്ങി. അങ്ങനെ കൊല്ലത്ത് നിന്ന് നമ്മൾ നേരെ പോയത് ട്രിവാൻഡ്രത്തേക്കാണ്. ഓൾമോസ്റ്റ് ഒരു 7:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ലുലുവിൽ കയറി. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. പോകുന്ന വഴിയിലാണ് സുഡ ഇഡ്ഡലി കണ്ടത്. അവിടെ കയറിയില്ല, നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടായിരുന്നു അറിയുന്നത്. പിന്നെ അവിടുന്ന് ജസ്റ്റ് നമ്മൾ റൂമിൽ പോയി. അങ്ങനെ സെക്കൻഡ് ഡേ മോർണിംഗ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൽ കയറി. ഓൾമോസ്റ്റ് നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഭഗവാനെ നല്ല രീതിയിൽ കാണാൻ പറ്റി. അവിടുത്തെ പിന്നെ കുതിരമാളികയിലും കയറി നമ്മൾ വേഗം പിന്നെ പോയത് കോവളം ബീച്ചിലേക്കായിരുന്നു. കോവളം ബീച്ചിൽ ഓൾമോസ്റ്റ് ഒരു 1:30 നല്ല ഉച്ച സമയത്തായിരുന്നു എത്തിയിരുന്നത്. സോ അവിടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പോയത് ആഴിമല ശിവ ടെമ്പിളിലേക്കായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആക്ച്വലി ഈ കാണുന്ന ശിവ സ്റ്റാച്ചുവിന് താഴെ ഒരു കേവ് ടെമ്പിൾ ഉണ്ട്. അതിനുള്ളിലേക്ക് ഫോൺസ് ഒന്നും അലൗഡഡ് അല്ല. സോ ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ഈസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ആഴിമല ടെമ്പിളിൽ പിന്നെ നമ്മൾ നേരെ പോയത് വർക്കല ബീച്ചിലേക്കായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4-5 PM എത്തണമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ബട്ട് അവിടെ എത്തിയപ്പോൾ നല്ലതുപോലെ ലേറ്റായി. ഹായ് ഗൈസ്, ഇപ്പം നമ്മളുള്ളത് വർക്കല ബീച്ചിലാണ്. നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് സണ്ണിൻ്റെ വഴിക്ക് പോയി. ചെറുതായിട്ടൊന്ന് ഞങ്ങൾ ക്ലിപ്പിൻ്റെ അപ്പുറത്തെ സൈഡിലായി പോയി എത്തിയത്. അങ്ങനെ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് 2 പിള്ളേർ വന്നിട്ട് ഈ VR എഫക്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമെന്ന് ചോദിച്ചത്. അപ്പം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിട്ട് ഞാനും കൃഷ്ണയും അതോ എക്സ്പീരിയൻസ് ചെയ്തു. കൃഷ്ണ ഓൾറെഡി അവളുടെ കോളേജ് ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്തത്. പിന്നെ അവിടുന്ന് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും കുറച്ച് സുവനീഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് എത്തി. 3rd ഡേ മോർണിംഗ് നമ്മൾ തണ്ണീർമുക്കം ബണ്ടും പോയി. മൺഡേ അതിനെ കൊണ്ട് കൃഷ്ണയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. കൃഷ്ണ ഓഫീസിൽ പോയി. ഞങ്ങൾ 3 പേരും കൊണ്ട് തണ്ണീർമുക്കം ബണ്ടിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നേരെ റിട്ടേൺ വീട്ടിലേക്ക് എത്തി. അവിടുന്ന് ആൻറ്റി ഉണ്ടാക്കിയ നല്ല അടിപൊളി സ്പെഷ്യൽ ആലപ്പുഴ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ആൻറ്റീൻ്റെ വീടൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തു. ഈവനിങ് നമ്മൾ ആർത്തിങ്കൽ പള്ളിയിലൊന്ന് വിസിറ്റ് ചെയ്തു.
അങ്ങനെ തേർഡ് ഡേ നമ്മൾ ആൻറ്റീനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നേരെ കാലിക്കറ്റിലേക്ക് റിട്ടേൺ ആയി. ഓൾമോസ്റ്റ് ഒരു എറണാകുളം എത്തിയപ്പോൾ സമയത്ത് നമ്മൾ ഡിന്നർ കഴിച്ചു. പിന്നെ അങ്ങനെ കോഴിക്കോടേക്ക് പോന്നു. നെക്സ്റ്റ് ഡേ നമ്മളൊരു ഓൾമോസ്റ്റ് 3 AM 4 AM ആ ടൈമിലാണ് കാലിക്കറ്റ് എത്തിയിരുന്നത്. ഇറ്റ് വാസ് ജസ്റ്റ് എ 3 days ട്രിപ്പ്, ബട്ട് these 3 days reminded me that the best memories are made when you least expect them. Coffee stains on library books, nervous laughs avoiding eyes. Your name scribbled on a borrowed napkin, hands brushing in the twilight hour. We were a symphony of dropped keys, tangled phone cords. Bye guys.